സുരേഷ് ഗോപി. സുരേഷ് ഏട്ടൻ ബ്രദർ. ചേച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ, അറിയാത്തൊരു കാര്യം. സുരേഷ് ഏട്ടൻ നല്ലോണം ഫുഡ് എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം. നല്ല ജ്വല്ലറി ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഏട്ടന്. അത് സുരേഷ് ഏട്ടന് വലിയ ഇഷ്ടമാണ് ജ്വല്ലറി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം രാധിക ചേച്ചിക്ക് എപ്പോഴും ജ്വല്ലറി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് സുരേഷ് ഏട്ടനാണ്. കാരണം ഞാൻ വിചാരിക്കും ഈശ്വര ഇങ്ങനൊരു അച്ഛനോ ബ്രദറോ ഭർത്താവോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം രാധിക ചേച്ചിയുടെ അതിൽ നല്ല കളക്ഷൻ ഉണ്ട് ജ്വല്ലറി. അപ്പോൾ അത് സുരേഷ് ഏട്ടന് ഇതുപോലെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ആളാണ്. ഈ ബിജു ഏട്ടൻ്റെ പോലെ മൂത്തുകൂടെ പിടിച്ചുകൂടെ വെഞ്ചാമരം പിടിച്ചുകൂടെ അങ്ങനെയൊന്നും ചോദിക്കില്ല. സെലക്ട് ചെയ്ത ഒരു ജ്വല്ലറി ചേച്ചിയുടെ കയ്യിലുണ്ടോ? ഉണ്ട്, കയ്യിലുണ്ട്. അത് കടുകുമണി പോലെതാ അതാ വീണ ഇട്ടിരിക്കണ പോലത്തെ ഒരു ജ്വല്ലറിയാണ്. അതെ. അല്ല, ബിജുവേട്ടൻ വളരെ തിൻ ചെയിൻ, ഒരു ചെറിയ ഒരൊറ്റ ഡയമണ്ട് ആയിട്ട് അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞി മാലകളും ചെറിയ കമ്മല്, അങ്ങനത്തെ അതാ ഒരു സ്റ്റൈൽ ഇഷ്ടമുള്ള ആളാണ്. ഇത്രയും നേരമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരുന്ന എല്ലാ കാര്യങ്ങളിലും സംയുക്ത ചേച്ചി ബിജുവേട്ടനും രണ്ട് ലൈനിൽ പോകുന്ന ആൾക്കാരാണ്, രണ്ട് പാരലൽ ലൈൻസ് ആണ്. നിങ്ങൾ എവിടെയും കൂട്ടിമുട്ടൊന്നുമില്ല. എന്നിട്ട് ഇത്ര വിജയകരമായി 20 വർഷം ആഘോഷിക്കുമ്പോൾ ഈ ഒരു ദാമ്പത്യത്തിന്റെ രഹസ്യം എന്താ ചേച്ചി? ഇതോടുകൂടി ഞാൻ ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. എനിക്ക് മനസ്സിലായി ആ വെള്ളം കുടിച്ച് തീർക്കുമ്പോഴേക്കും. അയ്യോ, അതുകൊണ്ടല്ലേ വെള്ളം കുടിച്ചോണ്ടിരിക്കണം, അതാ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ടിരിക്കണം. അതെന്താണ് ചേച്ചി? അറിയില്ല. അതല്ല, ആ വ്യത്യസ്തതയാണ് അതിന്റെ രസം എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ബിജുവേട്ടൻ കേൾക്കില്ല, ബിജുവേട്ടൻ പറയണത് ഞാനും കേൾക്കില്ല. അപ്പൊ അത് നല്ല ഉറപ്പായത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും പറയാറില്ല. പക്ഷെ എനിക്ക് ബിജുവേട്ടനെ പോലെ ആവാൻ പറ്റില്ല. അത്രയും കൂളാവാൻ എനിക്ക് ചിലപ്പോൾ സമയത്ത് ഞാൻ വിചാരിക്കും ഇത്രയും ഒക്കെ യോഗ ചെയ്താലും ഇതൊക്കെ ആയാലും ചില സമയത്ത് പറ്റില്ല. പക്ഷെ ചില സമയത്ത് ഈക്വലി ഇറിറ്റേറ്റിംഗ് ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചില സമയത്ത് നമ്മൾക്ക് ചില സ്വഭാവം ഇതുണ്ട്. പക്ഷെ അതാണ് എൻ്റെ ഒരു ഈ ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ ശരിയായ അതായിരിക്കണം എന്ന് തോന്നുന്നു. ആ വ്യത്യസ്തതയായിരിക്കാം അതിൻ്റെ രസം. ഈ ഒത്തിരി കപ്പിൾസ് ഇങ്ങനെ ഭയങ്കര ഫൈറ്റും ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനിൽ തന്നെ ഭയങ്കരമായി ഫൈറ്റുകളൊക്കെ നടക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ അങ്ങനെയുള്ള ഫൈറ്റുകൾ ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത്? അല്ല, അങ്ങനെയൊന്നും പിണക്കങ്ങളോ അങ്ങനെ വഴക്കുകളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അഭിപ്രായ വ്യത്യാസങ്ങളേ ഉണ്ടാവാറുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ദൈവം അനുഗ്രഹിച്ചില്ല. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനോടെ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ്, നമുക്ക് എന്തെങ്കിലും ചേച്ചി ഇനി സിനിമയിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അറിയില്ല, ആകെ ഭഗവാന് വിട്ടുകൊടുത്തിരിക്കുകയാണ്.